സോ അതൊരു ഇൻ്റർവ്യൂ ചാൻസ് നഷ്ടപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, നിങ്ങളെപ്പറ്റി വളരെ മോശപ്പെട്ടൊരു ധാരണ ഒരു റിക്രൂട്ടർക്ക് ഉണ്ടാവുകയും ചെയ്യും. റെസ്യൂമേ എറേഴ്സ് സീരീസ് പാർട്ട് 5. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി, പക്ഷേ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ റിക്രൂട്ടറിന് സാധിക്കുന്നില്ലെങ്കിലോ? എന്തായിരിക്കും ആ അവസ്ഥ? അതൊരു റിയാലിറ്റിയാണ്. എന്നോട് ചോദിക്കുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മോശപ്പെട്ട റെസ്യൂമേ എറർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് റോങ് കോൺടാക്ട് ഇൻഫർമേഷൻ എന്നുള്ളതായിരിക്കും. പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, ഫോൺ നമ്പറിൽ ഒരു ഡിജിറ്റ് കുറവായിരിക്കുന്നു, അല്ലെങ്കിൽ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തപ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകുന്നു. സോ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ഒരു ഇമെയിലായിട്ട് അയച്ച് കിട്ടിയ ഒരു റെസ്യൂമേ ആണെങ്കിൽ നമുക്ക് പലപ്പോഴും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ അല്ലാത്ത സാഹചര്യത്തിൽ കിട്ടുന്ന അപ്ലോഡ് ചെയ്യപ്പെട്ട റെസ്യൂമേസ് ഒന്നും ഈ കോൺടാക്ട് ഇൻഫർമേഷനിൽ മിസ്മാച്ചുകൾ ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ വരും. സോ അതൊരു ഇൻ്റർവ്യൂ ചാൻസ് നഷ്ടപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, നിങ്ങളെപ്പറ്റി വളരെ മോശപ്പെട്ടൊരു ധാരണ ഒരു റിക്രൂട്ടർക്ക് ഉണ്ടാവുകയും ചെയ്യും. കോൺടാക്ട് ഇൻഫർമേഷൻ പോലും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വെക്കാത്തത് വളരെ കെയർലെസ് ആയിട്ടൊരു കാര്യമാണെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യും. എപ്പോഴും ഡബിൾ ചെക്ക് ചെയ്യുക. ഫോൺ നമ്പർ ആണെങ്കിലും ഇമെയിൽ ഐ ഡി ആണെങ്കിലും അതുപോലെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലെ ലിങ്ക് ആണെങ്കിലും ലിങ്കുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതും എൻഷുർ ചെയ്യുക. അവ അപ്ഡേറ്റഡ് ആണെന്നും പ്രൊഫഷണൽ ആണെന്നും എൻഷുർ ചെയ്യാൻ മറക്കാതിരിക്കുക. ഒരു ചെറിയ മിസ്റ്റേക്ക് മതി നല്ലൊരു ജോലിയിലേക്കുള്ള നമ്മുടെ വഴി അടയ്ക്കാൻ. അത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. താങ്ക് യു.